ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മളൊന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. അടിച്ച് പൊളിക്കാമല്ലോ കേട്ടോ, ഫാമിലിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പെരുന്നാളിൻ്റെ മുമ്പ്, അതായത് നോമ്പിൻ്റെ തലേ ദിവസം മുമ്പ് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഫാമിലി ടൂർ പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പോയി ഗൈസ്. പക്ഷേ എനിക്ക് മാത്രം, നമ്മളെ ടീമിന് മാത്രം പോകാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാത്രിത്തതും പിറ്റന്നാളത്തതും ഏകദേശം മുമ്പ് തന്നെ ഇവൻറ്റിൻ്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാനില്ലെങ്കിൽ എൻ്റെ ഫാമിലിയും പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും നിന്നു, ബാക്കി എല്ലാവരും പോയിട്ടോ. അങ്ങനെ ഓരോ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റി സെൻറ്ററിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മളെ മസ്റ്റ് ടാർഗറ്റ് ഫുഡാണല്ലോ. അതായത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ അച്ചാറിലിട്ടതും മാങ്ങ അച്ചാറിലിട്ടതും കഴിച്ചിട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആരെങ്കിലും മംഗലാപുരം സിറ്റി സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്യണേ, അടിപൊളി സാധനം. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. പക്ഷേ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ടായത് കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ പാനിപ്പൂരിയും സേവ് പൂരിയും പിന്നെ ഒരു കൊക്കക്കോളൊക്കെ കുടിച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. ആദ്യം തന്നെ ഈ കുരുപ്പിനോട് പറഞ്ഞതാണ്, വെറുതെ പൈസ കളയാൻ നിൽക്കേണ്ട, അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, അതത്ര ഓക്കെ അല്ല എന്നുള്ളത്. എന്നാലും അവർക്ക് ഒരു വാശിയായിരുന്നു, എന്തായാലും ഞാൻ ചെയ്യുമെന്ന്. കാരണം എന്താ, അവർക്ക് പെരുന്നാളിൻ്റെ പൈസയ്ക്ക് അവരെ കയ്യിലുണ്ടാവുകയെ. അപ്പം നമ്മളെ ആവശ്യമില്ലല്ലോ, നമ്മളെ പറയുന്നത് കേൾക്കേ വേണ്ട. പക്ഷേ പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത്. പിന്നീട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ആ ഗെയിമിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് ക്ഷീണിച്ചതല്ലേ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം പോസ്റ്റായി നിന്നു. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്തോ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കാര്യം വന്നിട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ചില്ല് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് അനഗ്നമായ കാര്യം മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോയിരിക്കുകയാണ് ഗൈസ്, ഒരു കസ്റ്റമർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സത്യം മനസ്സിലായതാണ് കേട്ടോ. എന്നാലും നമ്മൾ ഫുഡ് ഒഴിവാക്കിയൊന്നും പോയില്ല. നമ്മൾ സമാധാനത്തിൽ ഒരു കുറവും വരുത്താതെ നമ്മൾ നല്ലോണം കഴിച്ച്. പിന്നെയൊക്കെ എരിവൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം എന്നുള്ളതൊരു മസ്റ്റാണല്ലോ. അത് മസ്റ്റല്ല, നമ്മൾ ചെയ്താണ്. എന്നാലും നമ്മളൊരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എന്താ ഒരു രസമുള്ളത്. അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ടൊരു ഐസ്ക്രീമും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നോക്കൂട്ടോ, ഇതാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ ഒക്കെ അവസ്ഥ. എല്ലാവരും പൂട്ടിപ്പോയി. അപ്പം നമ്മളും തിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.